ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ മണ്ടയ്ക്കാടാണുള്ളത്. ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം മണ്ടയ്ക്കാട് ആണിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിലെ മറ്റു കാഴ്ചകളിലേക്ക് കിടക്കാം. ഇത് വളരെ പ്രശസ്തവും പുരാതനവുമായൊരു ക്ഷേത്രമാണ് നമുക്ക് കാണുന്ന മണ്ടയ്ക്കാട് ക്ഷേത്രം. നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്നൊരു സ്ഥലവും ക്ഷേത്രവും കൂടിയാണ് ഈ ക്ഷേത്രം. വലിയൊരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് നമുക്ക് ഈ കാണുന്ന മണ്ടയ്ക്കാട് ക്ഷേത്രം എന്ന് പറയാം. നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കടകളും ഒക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് പൊങ്കാലിടാനുള്ള സൗകര്യങ്ങളും മറ്റും സാധനങ്ങളെല്ലാം കിട്ടും. ഒരു തമിഴ്നാടിൻ്റെ ബസ് വന്നുണ്ട്. അമ്പലത്തിലേക്ക് വരുന്നവരൊക്കെ ഈ ബസ്സിലേക്കായിട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം, വലിയൊരു പുരാതന ക്ഷേത്രം. ഇവിടെ മണ്ടയ്ക്കാട്ട് ദേവിയാണ് ഉള്ളത്. ആണ് ഭഗവതി അമ്മൻ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ദേവി ഒരു വലിയ പ്രതിഷ്ഠയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. എത്ര ദൂരത്ത് നിന്നാണേലും അമ്പലത്തിലെ പ്രതിഷ്ഠ കാണാൻ പറ്റുന്ന എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിതൽപുറ്റിലാണ് ഈ മെയിൻ പ്രതിഷ്ഠ. ചിതൽപുറ്റിലാണ്. അപ്പോൾ ചിതൽപുറ്റിനകത്ത് ഭഗവതി അമ്മൻ കുടികൊള്ളുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ആ ചിതൽപുറ്റിൽ ഭഗവതിയുടെ രൂപം ചെയ്തിട്ടാണ് അവിടെ പ്രാർത്ഥിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. നല്ലൊരു ക്ഷേത്രം തന്നെയാണ്. വൃത്തിയും ഇതെല്ലാം ഉള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഈ മണ്ടയ്ക്കാട് ഭഗവതി അമ്മൻ കോവിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. അമ്പലത്തിന് കയറി തൊഴുത് പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിറച്ചും കടകളാണ്. ഇവിടെ എല്ലാ ദിവസവും ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഇവിടെ ഉത്സവത്തിനാണ് ഇതേപോലെ കടകൾ വന്നെങ്കിൽ ഇവിടെ എപ്പോഴും ആളുള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇതേപോലെ തന്നെ കടകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ മെയിൻ റോഡാണ്, ബസ്സൊക്കെ പോകുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ഈ വഴി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ഇതൊക്കെ ഉണ്ട്. ചെറിയൊരു തുണിക്കട പോലെ ഉണ്ട്. എല്ലാ ടൈപ്പ് ഇതുണ്ട്. കൈമ്പും മറ്റുമൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കുന്നത് ഇവിടെ പൊങ്കാലിടാൻ വേണ്ടിയിട്ടുള്ള ചട്ടികളും മറ്റുമൊക്കെ വിൽക്കുന്ന കട കാണാം. നമ്മളും പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ചട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. നമ്മളിവിടെ ഒരു സ്ഥിരം സ്ഥലമുണ്ട്. നമ്മൾ വരുമ്പോഴൊക്കെ അവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവർ എല്ലാം ഫ്രണ്ടേ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ എല്ലാ തരം കടകളും ഉണ്ട്. എല്ലാ കടകളിലും എല്ലാ സാധനങ്ങളും കിട്ടും. പണ്ട് ഇവിടെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു. മറ്റേ ഇതിൻ്റെ ഈ തൈയൊക്കെ കിട്ടുന്നൊരു നഴ്സറി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. ആ സ്ഥലം നോക്കുന്നു. അതിനടുത്തായിരുന്നു ആ വീടുണ്ടായിരുന്നത്. ചക്ക കൊടുക്കുന്ന വീട് ഒരു വീട്ടിലുണ്ടാക്കുന്നതാണ്. ഞാൻ ആ സ്ഥലം നോക്കി നടക്കുകയാണ്. ഇവിടെ നിറച്ചും കടകളും എല്ലാം ഉണ്ട്. മിക്ക എല്ലാ കടയിലും ചെറിയ കടകളിൽ പോണേലും പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടങ്ങളിൽ കിട്ടും. നമുക്ക് നേരെ അങ്ങ് ദൂരെയായിട്ട് ബീച്ച് കാണാൻ പറ്റും. മണ്ടയ്ക്കാട് ബീച്ചാണ് കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു തീരദേശ റോഡാണ്.
ഇതൊരു തീരദേശ റോഡാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടേക്ക് ഈ കുളച്ചാലും മറ്റുമൊക്കെ പോകുന്നത് ഈ റൂട്ടിൽ പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞങ്ങളിങ്ങോട്ട് വന്നത് കുളച്ചാൽ വഴി ആയിരുന്നു. നമുക്ക് ഒരു ക്രിസ്ത്യൻ പള്ളി ഇതൊക്കെ കാണാം. പണ്ട് ഇവിടെ ആയിരുന്നൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വരുമ്പോഴൊക്കെ ഇവിടെ മാർക്കറ്റ് പ്രവർത്തിക്കുമായിരുന്നു, മീൻ മാർക്കറ്റ്. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. അപ്പം ഞങ്ങളങ്ങനെ ബീച്ചിലെത്തി. നല്ലൊരു ബീച്ചാണ്. നല്ല ശക്തമായിട്ട് കടൽ അടിക്കുന്നുണ്ട് ഇവിടെ. നല്ല ശക്തിയിൽ കടലടിക്കുന്ന ഒരു ബീച്ചാണിത്. ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഇതേപോലെ അല്ലായിരുന്നു ബീച്ചുള്ളത്. ഇവിടെ കൂടി എന്തൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങാൻ പറ്റുന്ന രീതി. പക്ഷെ ഇപ്പോൾ വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദൂരെയായിട്ട് മത്സ്യബന്ധനം നടത്തുന്നതൊക്കെ കാണാൻ പറ്റും. ബോട്ടുകളിൽ മത്സ്യബന്ധനം നടത്തുന്നതൊക്കെ കാണാം. അത്യാവശ്യം തിരക്കുണ്ട് ബീച്ചിൽ. അത്യാവശ്യമല്ല, തിരക്ക് കുറവാണ്. എന്നാലും നമുക്ക് ഈ നല്ല തിരയിൽ അത്യാവശ്യം ആൾക്കാർ ഉണ്ട്. സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. നമുക്കിവിടെ പോലീസുകാർ വെള്ളത്തിൽ ഇറങ്ങുന്നവരെയൊക്കെ കയറ്റി വിടുന്നുണ്ട്. കാരണം ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ തിര. അത്യാവശ്യം നല്ല ശക്തിയിൽ വരുന്നൊരു തിര കൂടിയാണ്. ഇവിടെയൊക്കെ പൊഴുകുന്നത് വെള്ളമടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുന്നവരെല്ലാം തിരിച്ചു വിളിക്കുന്നുണ്ട് പോലീസുകാർ. ഭയങ്കര ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ആരെയും വെള്ളത്തിലേക്ക് ഇറക്കുന്നില്ല എന്നാണ് അറിയുന്നത്. കാല് നനക്കാൻ പോലും ആരെയും ഇറക്കുന്നില്ല. പണ്ട് ഇതിനകത്ത് ഇതൊന്നും ഉണ്ടാകുന്നില്ല. കാല് നനക്കാനൊക്കെ ഇറക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. അതെ, ഇപ്പം ആരെ ഇറക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നത്. മിക്കവരും തിരിച്ചു വരുന്നുണ്ട്. കാണാൻ സൂപ്പറായിട്ടുള്ളൊരു ബീച്ച് തന്നെയാണിത്. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഇതിൻ്റെ സൗണ്ട് കാരണം എല്ലാം കേൾക്കുമെന്നൊന്നും അറിയില്ല. അവിടെ ആയിട്ട് കടയുന്നുണ്ട്. ദൂരെയായിട്ടൊരു പാറയൊക്കെ കാണുന്നുണ്ട്. ഇതൊരു വീഡിയോയിൽ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇവിടെയൊക്കെ നല്ല അവിടെയൊക്കെ ഓരോ കട്ടണങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് വൈകുന്നേരം സമയത്തോ മറ്റോ ഇവിടെ നിന്ന് വ്യക്തമായിട്ട് വിവേകാനന്ദപ്പാറ, കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറ കാണാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ബീച്ചിൻ്റെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോവാം. അമ്പലത്തിൻ്റെ ഇതും ബാക്കി പർച്ചേസിങ്ങിലേക്കൊക്കെ പോവാം. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് ബീച്ച് ഇനിയിപ്പോൾ അവിടെ പോവാം. പർച്ചേസിനൊക്കെ കിട്ടുന്നു. അങ്ങനെ അതെ പൊങ്കാലൊക്കെയുള്ള സാധനങ്ങൾ, ചട്ടിയും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നേക്കുന്നതാണ്. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. നമ്മൾ CCTV നിരീക്ഷണത്തിലാണെന്നാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നോക്കാം. ഇവിടെ ചട്ടികളും എല്ലാം ഉണ്ട്. ഈ ഏരിയ കറിച്ചട്ടികൾക്കും വേണ്ടി ഉള്ളതാണ്. അതേപോലെയുള്ള അവിടെയാണ് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്ടികളും മറ്റൊക്കെ വെച്ചേക്കുന്നത്. അവിടെ പഴം ഇതെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. തോർത്ത്, മുണ്ട്, അതേപോലെ സഞ്ചി, സ്റ്റീൽ പാത്രങ്ങളും എല്ലാം ഉണ്ട്. സ്റ്റീൽ കലങ്ങളും ഒക്കെ ഇട്ട് ഒരു ഏരിയയാണ് ഇവിടെ. അകത്ത് സ്റ്റീൽ പാത്രങ്ങളും അതേപോലെയുള്ള എല്ലാ ഇത് സ്റ്റീലല്ല, ഇത് അലൂമിനിയം പാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങോട്ടൊക്കെ അലൂമിനിയം പാത്രങ്ങളുണ്ട്. അകത്താണ് സ്റ്റീൽ പാത്രങ്ങളെല്ലാം ഉള്ളത്. നമുക്ക് നോക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്ടികളും മറ്റുമൊക്കെ ആ ഒരു
ഏരിയയിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കലവും മറ്റുമൊക്കെ മേടിച്ച് തിരിച്ച് നടക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളവർ അതിൽ വലിയ കലങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. എന്നാലും പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് അവർ ഫ്രണ്ടേ നടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പൊങ്കാല ഇടുന്നിടത്ത് വെച്ച് കാണാം. ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞ് നമുക്കങ്ങോട്ട് പോയി. കണ്ടോ, വാച്ചുകളും അതേപോലെയുള്ള വിൽക്കുന്ന കടകൾ, ഭരണി, ഗ്ലാസ് അങ്ങനത്തെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു തുണിക്കട എന്ന് പറഞ്ഞില്ലേ, മുണ്ട് അതേപോലെയുള്ള തുണികളും തൊപ്പികളൊക്കെ വിൽക്കുന്നൊരു കടയാണിത്. നമുക്കവിടെ ഒരു തമിഴ്നാടിൻ്റെ ബസ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ട്രിപ്പ് തുടങ്ങുന്ന വണ്ടിയാണ്. മിക്ക വണ്ടികൾ ഇവിടെ വന്നാണ് ട്രിപ്പ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റോപ്പ് മണ്ടക്കാടാണ്. മിക്ക വണ്ടികളും ലാസ്റ്റ് സ്റ്റോപ്പ് മണ്ടക്കാടാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് പൊങ്കാലിട്ട് നടത്തി വെക്കാം. ഇവിടെയാണ് പൊങ്കാലയൊക്കെ ഇടുന്ന സ്ഥലം. അത് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അടപ്പുകൾ മറ്റുമൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പൊങ്കാലയൊക്കെ ഇടുന്നത്. ഇവിടെ എല്ലാവരും പൊങ്കാല ഇടാനായിട്ടും മറ്റുമൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ളവർ പൊങ്കാല ഇടാനായിട്ട് കത്തിയിട്ടൊക്കെയാണ്. പൊങ്കാല ഇടാൻ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. ഇപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. മൂന്ന് ഷെയ്ച്ചാട്ടെ, അമ്മ, എൻ്റെ ചേച്ചി, ഇവരൊക്കെയാണ് ഇപ്പോൾ പൊങ്കാല ഇടാനായിട്ട് ഉള്ളത്. നമുക്ക് വാഴയിൽ മറ്റൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിത്യ പൊങ്കാലയാണ് ഉള്ളതെന്നാണ് അറിയുന്നത്. എല്ലാ ദിവസവും വന്നാലും നമുക്ക് പൊങ്കാല ഇടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാ ദിവസവും നമുക്ക് പൊങ്കാല ഇടാൻ പറ്റുന്ന അമ്പലങ്ങളാണ്. നമ്മൾ കാട്ടുമേക്കാതിലും അതേപോലെ എല്ലാ ദിവസവും നമുക്ക് പൊങ്കാല ഇടാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ എല്ലാ ദിവസവും പൊങ്കാല ഇടാൻ പറ്റും. ഇവിടെ ഇച്ചു അവിടെ പൊങ്കാലക്കുള്ള വിറക് വെക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ ബാക്കി രണ്ടെണ്ണം തിളക്കും. നമ്മുടെ ഇതിനു വേണ്ടി തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷയിൽ നിർത്തുകയാണ്. ഞങ്ങൾ മണ്ടക്കാട് അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.